നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 74.35% വോട്ടർമാരാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. അവിടെ ആര് ജയിക്കും എന്നുള്ളത് അപ്രഖ്യാപിതമായ ഒരു തീരുമാനമായി മാറിയിരിക്കുകയാണ്. അവിടെ 3 സ്ഥാനാർത്ഥികളുടെ പ്രസക്തി ഏകദേശം ഇല്ലാതായിരിക്കുകയാണ്. ഒന്ന് SDPI, മറ്റൊന്ന് BJP, 3 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവർ. ഇവരെ 3 പേരും ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 3 പേരും അപ്രസക്തമായി എന്ന് പറയാൻ കാരണം. പിന്നെ ബാക്കിയുള്ളത് UDF-ഉം LDF-ഉമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി M. സ്വരാജ്, UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ മുൻ MLA-യും മന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമൊക്കെയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളാണ് ജയിക്കുമെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇവരിൽ ആര് ജയിക്കും എന്നുള്ളത് അസന്നിഗ്ധമായി പറയാൻ അവിടെ ആരും തയ്യാറല്ല. ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുന്നത് സാധാരണ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ മാറി മാറി വിജയം കണ്ട ചരിത്രമുണ്ട്. അതേസമയം ആര്യാടൻ മുഹമ്മദ് നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചു. എന്നാൽ CPM-ഉമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, LDF-ഉമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയല്ല, CPM LDF-ന് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, ആ ഭിന്നത വളർന്ന് വലുതായി. അങ്ങനെയാണ് അൻവർ തന്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആദ്യം അൻവർ മത്സരിക്കുന്നില്ല എന്ന നിലയിൽ മാറി നിന്നെങ്കിൽ തന്നെയും അവസാന റൗണ്ടിൽ അദ്ദേഹം മത്സരരംഗത്തിറങ്ങിയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം ജയിക്കുമെന്ന് അവിടെ ആരും അവകാശപ്പെടുന്നില്ല. അദ്ദേഹം അല്ലാതെ മറ്റാരും അവകാശപ്പെടുന്നില്ല. പിന്നെ ജയിക്കാൻ സാധ്യതയുള്ളത് LDF സ്ഥാനാർത്ഥി സ്വരാജോ അല്ലെങ്കിൽ UDF-ന്റെ ആര്യാടൻ ഷൗക്കത്തുമാണ്. അവിടെ എല്ലാ പാർട്ടിയും, എല്ലാ മുന്നണിയും, LDF മുന്നണിയും കോൺഗ്രസ് മുന്നണിയുമെല്ലാം സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക അടിയൊഴുക്ക് ഒരു ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒഴിച്ചാൽ കാര്യമായ അടിയൊഴുക്കൊന്നും ഉണ്ടായതായി അറിയില്ല. അവിടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു. ഇപ്പുറത്തെ LDF-ന്റെ സമുന്നത നേതാക്കൾ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ അടക്കം CPI-യുടെ നേതാക്കൾ, മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം അവിടെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പരമാവധി വോട്ടുകൾ ചെയ്യിക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആര് ജയിക്കുമെന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ട്
പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. അവിടെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെതാണ്. ശശി തരൂര് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തില്ലായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് തന്നെ ആരും ക്ഷണിച്ചില്ല, തന്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ലായിരിക്കാം എന്നാണ്. എന്തായാലും ഈ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില ആൾക്കാരുമായിട്ടുള്ള ഭിന്നത, ആ ഭിന്നതയാവാം ശശി തരൂർ ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ ഇല്ലാതെ വന്നത്. തിരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെയാണ് അദ്ദേഹം ഒരു ചെറിയ വെടി പൊട്ടിച്ചത്. എന്നെ അവിടെ ആവശ്യമില്ലായിരിക്കാം, എന്നെ ആരും ക്ഷണിച്ചില്ല, അതുകൊണ്ടാണ് പോകാതിരുന്നതെന്ന് മാധ്യമ പ്രവർത്തകരെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി. അതവിടെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ചെറിയ സ്വാധീനമൊക്കെ അത് പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം വെച്ച് കണക്കാക്കുമ്പോഴാണ് അവിടുത്തെ സാമുദായിക വേർതിരിവ്, അവിടെ ഭൂരിപക്ഷ സമുദായം, ന്യൂനപക്ഷ സമുദായം, അതെല്ലാം പോയിട്ട് സമുദായ സമവാക്യങ്ങൾ, പിന്നോക്ക സമുദായങ്ങൾ, ദളിത് സമൂഹങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾ, ഇവരെല്ലാം ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്, ആർക്കാണ് ഇവരുടെയെല്ലാം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതെന്ന് വ്യക്തമായ ഒരു കണക്ക് പറയാൻ ആർക്കുമാവില്ല. ഊഹാപോഹങ്ങളുടെയും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കാര്യത്തിൽ കൂടിയായാലും, സമുദായ സമവാക്യങ്ങളുടെ കാര്യത്തിൽ കൂടിയായാലും, ന്യൂനപക്ഷ സമുദായ സമവാക്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയാലും, മതങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചായാലും അവിടെ അങ്ങനെ ഒരു വിശകലനം നടത്തി മുൻകൂർ ഫലം നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ആ ഒരു വിശകലനത്തിലേക്ക് കടക്കുന്നില്ല. അവിടെ ഒന്നുകിൽ സ്വരാജ് അല്ലെങ്കിൽ ഷൗക്കത്ത്, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ജയിക്കുന്നത്. ഇവരിൽ ആര് ജയിച്ചാലും 5000-ഓ അതിന് തൊട്ടപ്പുറത്തോ ഉള്ള ഭൂരിപക്ഷമേ ലഭിക്കൂ. സാധാരണ നിലയിൽ 5000-ത്തിനകത്തുള്ള ഭൂരിപക്ഷമാണ് ആര് ജയിച്ചാലും കിട്ടാൻ സാധ്യതയുള്ളത്. നിർത്തുന്നു.